വിനയ് നർവാളിൻ്റെ മൃതദേഹം ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. കൊല്ലപ്പെട്ട നാവികസേനാ ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിൻ്റെ വിവാഹം ഈ അടുത്ത ദിവസമാണ് കഴിഞ്ഞത്. ഭാര്യയുമൊത്തുള്ള ആദ്യ യാത്രയായിരുന്നു കശ്മീർ താഴ്വരയിലേക്ക്. വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾക്കിടയിലാണ് ഭീകര രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ കവർന്നത്. കൊച്ചിയിലായിരുന്നു വിനയ് നർവാൾ ജോലി ചെയ്തിരുന്നത്. വിവാഹം കഴിഞ്ഞ് 5-6 ദിവസം മാത്രമാണ് ഭാര്യയ്ക്കൊപ്പം അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞത്. നിസ്സഹായായിരിക്കുന്ന അവരുടെ ചിത്രവും വിനയ് നർവാളിൻ്റെ മൃതദേഹത്തിൻ്റെ ദൃശ്യവും ആ താഴ്വരയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മൾ കണ്ടതുമാണ്. ആ വേദനയ്ക്കിടയിലാണിപ്പോൾ സൈന്യം അന്തിമോപചാരം അർപ്പിക്കുന്നത്. ഡൽഹിയിൽ ആദരമർപ്പിക്കുകയാണ് നാവികസേനാ ഉദ്യോഗസ്ഥർ. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നേരിട്ടെത്തി ആദരം അർപ്പിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നാവികസേനാ ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിൻ്റെ മൃതദേഹം ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. അന്തിമോപചാരം അർപ്പിക്കുകയാണ് സഹപ്രവർത്തകർ, നാവികസേനാ മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ. പി ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, ഹൃദയഭേദകമാണ് ഈ രംഗങ്ങൾ. കണ്ണീരാണ്, പക്ഷേ രാജ്യത്തിന് മാപ്പ് നൽകാനാകാത്ത മുറിവുമാണ്. തീർച്ചയായും ഏപ്രിൽ 16-നാണ് വിനയ് നർവാൾ വിവാഹിതനായത്. കൊച്ചിയിലെ നാവികസേനാ താവളത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു, ലഫ്റ്റനൻ്റ് ആയിരുന്നു വിനയ് നർവാൾ. 26 വയസ്സ് മാത്രമുള്ള അദ്ദേഹമാണ് ഇന്നലെ പഹൽഗാമിൽ വെടിയേറ്റ് വീണത്. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കശ്മീരിൽ നിന്നും ഡൽഹിയിലെത്തിക്കുന്നത്. ഈ മേഖലയിൽ ഈ സംഭവത്തിന് ശേഷം ഈ മൃതദേഹം ഡൽഹിയിൽ കൊണ്ടുവന്നതിന് ശേഷം ഉന്നത നാവികസേനാ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇപ്പോൾ ആദരമർപ്പിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി പാലത്ത്, അതായത് സേനാ താവളത്തിൽ ഇപ്പോൾ മൃതദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കുകയാണ്. പാലം വിമാനത്താവളത്തിൽ നിന്നും മൃതദേഹം ഹരിയാനയിലേക്ക് കൊണ്ടുപോകും. കർണാലിലാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മനാട്. അവിടെയായിരിക്കും അന്തിമ ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ ഭാര്യ മൃതദേഹത്തിന് സമീപം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വിനയ് നർവാളിൻ്റെ മൃതദേഹം ഡൽഹിയിൽ എത്തിച്ചിരിക്കുന്നു. അന്തിമോപചാരം അർപ്പിക്കുകയാണ് സൈനിക മേധാവി ഉൾപ്പെടെ, നാവികസേനാ മേധാവി ഉൾപ്പെടെയുള്ളവർ. സങ്കടപ്പെടുത്തുന്ന, നോവുന്ന കാഴ്ചയായി ഭാര്യയെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം.